ഓക്കെ, സോ ഉണ്ട്രൻ ബാരെ വെർബൻ. നമ്മൾ ട്രെൻ ബാരെ വെർബ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇവിടെ തന്നെ അവിടെ ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഔഫ് സ്റ്റേഹൻ എന്നുള്ളത് ഒരു ട്രെൻ ബാരെ വെർബാണ്. അപ്പോൾ അതിനെന്ത് പ്രത്യേകത ഉണ്ടാവും നമ്മൾ പഠിച്ചത്? ഔഫ് സ്റ്റേഹൻ എന്ന വെർബിലെ ഔഫ് എന്നുള്ളത് പ്രിഫിക്സ് ഭാഗവും സ്റ്റേഹൻ എന്നുള്ളത് വെർബ് സ്റ്റെം ഭാഗവുമാണ്. ഈ സെൻറ്റൻസുകൾ ഈ വേർഡുകൾ നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഔഫ് എന്ന പ്രിഫിക്സ് ഭാഗം സെൻറ്റൻസിൻ്റെ അറ്റത്തേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അത്തരം വെർബുകളെയാണ് ട്രെൻ ബാരെ വെർബ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഉണ്ട്രൻ ബാരെ വെർബാണ്. ഉണ്ട്രൻ ബാരെ വെർബ് എന്ന് പറയുമ്പോൾ ട്രെൻ ബാരെ വെർബിൽ നിന്നും വ്യത്യസ്തമായി ഈ വെർബുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടില്ല. അത്തരം വെർബുകളെയാണ് ഉണ്ട്രൻ ബാരെ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ആസ് ഫോൾ വെർബ് മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നത് ഫെർസ്റ്റേറ്റ് മിഷ് ഗുഡ്. ഫെർസ്റ്റേഹൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്നാണ് അർത്ഥം. ഫെർസ്റ്റേഷ് മീ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി അണ്ടർസ്റ്റാൻഡ്സ് മീ വെൽ എന്നാണ് പറഞ്ഞത്. ഫെർസ്റ്റേറ്റ് മിഷ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫെർസ്റ്റേഹൻ എന്ന വെർബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫെർസ്റ്റേഹൻ എറുമായിട്ട് കോൺജുഗേറ്റ് ചെയ്തുകൊണ്ടാണ് ഫെർസ്റ്റേറ്റ് എന്നായത്. ഫെർസ്റ്റേറ്റ് മിഷ് ഗുഡ്. ഇനി വേഫ്രാഗെ സിറ്റുവേഷൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് അതാണ് നമ്മൾ വേഫ്രാഗെ എന്ന് പറയും അല്ലേ. വരും ഫെർസ്റ്റേജ് ദു മിഷ് നീറ്റ് വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് മീ. എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നില്ല ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. ഇവിടെയും ഫെർസ്റ്റേജ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്, സെപ്പറേറ്റ് ഒന്നും ചെയ്യപ്പെടുന്നില്ല. സെക്കൻഡ് പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ട്രെൻ ബാരെ വെർബ് പഠിച്ച പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരിക. അതായത് ബാക്കി എല്ലാ സിറ്റുവേഷനിലും വേഫ്രാഗെ അടക്കം സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വരിക. ട്രെൻ ബാരെ വെർബ് അങ്ങനെ തന്നെ ആയിരുന്നു. ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ഒരേ ഒരു സിറ്റുവേഷനിലാണ്. എപ്പോഴാണ്? യാ നൈൻ ഫ്രാഗെ ആവുമ്പോൾ. അത് ഇതിലും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ യാ നൈൻ ഫ്രാഗെ ആവുമ്പോൾ എന്താണ്? ഫെർസ്റ്റേജ് ദു മിഷ് ഡു യു അണ്ടർസ്റ്റാൻഡ് മീ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായോ? അപ്പോൾ ഫെർസ്റ്റേൻ എന്ന വെർബ് ഇവിടെ വന്നത് ഫസ്റ്റ് പൊസിഷനിലാണ് വന്നത്. അത് യാ നൈൻ ഫ്രാഗെ മാത്രമാകുമ്പോൾ. ഇനി മൊഡാൽ വെർബ് ആണെങ്കിലോ നമ്മൾ ട്രെൻ ബാരെ വെർബിൽ പഠിച്ചതാണ്. മൊഡാൽ വെർബ് വരുന്ന സമയത്ത് മൊഡാൽ വെർബിനാണ് ഇമ്പോർട്ടൻസ്. അതാണ് സെക്കൻഡ് പൊസിഷനിൽ വരിക. ട്രെൻ ബാരെ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഇതും അങ്ങനെ തന്നെയാണ്. ഇഷ് ക്യാൻ ദിഷ് ഫെർസ്റ്റേഹൻ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. ഇഷ് ക്യാൻ ക്യൊന്നൻ എന്ന വെർബാണ് മൊഡാൽ വെർബ്. അതിവിടെ സെക്കൻഡ് പൊസിഷനിൽ വരും. ഇഷ് ക്യാൻ ദിഷ് ഫെർസ്റ്റേഹൻ. അതൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. ക്യൊന്നൻ, വുള്ളൻ, അങ്ങനെ യോഷ്ടൻ, അങ്ങനെ വെർബൊക്കെ മൊഡാൽ വെർബാണ്. അത്തരം വെർബുകൾ ഏതെങ്കിലും ഒന്ന് സെൻറ്റൻസിൽ വന്നാൽ ട്രെൻ ബാരെ ആണെങ്കിലും ഉണ്ട്രൻ ബാരെ വെർബാണെങ്കിലും ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺജുഗേഷൻ നോക്കാം. നോർമൽ എല്ലാ വെർബിൻ്റെയും കോൺജുഗേഷൻ പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഫെർസ്റ്റേഹൻ എന്ന വെർബ് ഇഷ് ഫെർസ്റ്റേഹെ, ദു ഫെർസ്റ്റേജ്, സി ഫെർസ്റ്റേഹൻ, എർസിയസ് ഫെർസ്റ്റേറ്റ്, വിയർ ഫെർസ്റ്റേഹൻ, ഇയർ ഫെർസ്റ്റേറ്റ്, സി ഫെർസ്റ്റേഹൻ, സി ഫെർസ്റ്റേഹൻ. ഇനി ഒരു സെക്കൻഡ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ബേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഉണ്ട്രൻ ബാരെ വെർബനാണ്. ഒന്ന് ബെക്കൊമ്മനാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു പോകാനേ ഉള്ളൂ. അതായത് ബെക്കൊമ്മനെ എന്ന് പറയുന്നതിൻ്റെ ടു ഗെറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞാൽ വിയർ ബെക്കൊമ്മൻ ബാൽഡ് ഐനെ നോയെ ലേററിൻ. ഉടനെ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ടീച്ചറെ കിട്ടും. വിയർ ബെക്കൊമ്മൻ ബാൽഡ് ഐനെ നോയെ ലേററിൻ. നോയെ എന്ന് പറഞ്ഞാൽ പുതിയ, ലേററിൻ ടീച്ചർ. അപ്പോൾ ലേഡി ടീച്ചറാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബെസാലൻ ടു പേ എന്നാണ് അർത്ഥം. ക്യാൻസ് ടു ബിറ്റെ ഹോയിറ്റെ ബെസാലൻ ഇഷ് ഹാബെ കൈൻഗെൽഡ്. ഇന്ന് നിങ്ങൾക്ക് പേ ചെയ്യാൻ കഴിയുമോ? ഞാൻ പൈസ എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബെസാൽ നേരത്തെ സെക്കൻഡ് പൊസിഷനിൽ വന്ന ബെക്കൊമ്മൻ ആയിരുന്നു. ഇവിടെ എന്താണ് ബെസാലൻ ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയത്? ഇത് മൊഡാൽ വെർബ് ആയതുകൊണ്ടാണ്. ക്യൊന്നൻ എന്ന് പറയുന്ന ആൾ വന്നു അല്ലേ. അതുകൊണ്ടാണ് എന്താ പറയുക വെർബ് അറ്റത്തേക്ക്, ഉണ്ട്രൻ ബാരെ വെർബ് അറ്റത്തേക്ക് പോയത്. ഇനി എം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഉണ്ട്രൻ ബാരെ വെർബ് നോക്കിയാൽ എം ഫേലൻ എന്ന് പറഞ്ഞാൽ ടു റെക്കമെൻഡ് ആണ്. ഹെർ ഓബർ വാസ് എം ഫേലൻ സി മിയർ ഹോയിറ്റെ. വെയിറ്റർ, നിങ്ങൾ ഇന്ന് എനിക്ക് എന്താണ് എം ഫേലൻ റെക്കമെൻഡ് ചെയ്യുക? വെയിറ്ററോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് എന്ത് ഫുഡാണ് റെക്കമെൻഡ് ചെയ്യുക? ഓക്കെ, അപ്പോൾ ഇവിടെ എം ഫേലൻ എന്ന വെർബാണ് ഉപയോഗിച്ചുള്ളത്. അടുത്തത് എം ഫാങ്ങനാണ്, ടു റിസീവ്. ദർ ഷൂൾ ലൈറ്റർ എം ഫാങ് സൈനെ ഗസ്റ്റേ ഹെർസ്ലിഷ്. എം ഫാങ്ങൻ എന്ന് പറഞ്ഞാൽ ടു റിസീവ് ആണ്. ഷൂൾ ലൈറ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളാണ്, സ്കൂൾ പ്രിൻസിപ്പൾ. ഷൂൾ ലൈറ്റർ സ്കൂൾ പ്രിൻസിപ്പൾ. സ്കൂൾ പ്രിൻസിപ്പൾ എം ഫാങ്ട് എന്ന് പറഞ്ഞാൽ റിസീവ് ചെയ്തു. സൈനെ ഗസ്റ്റേ ഹെർസ്ലിഷ്, അതായത് അവരുടെ ഗസ്റ്റിനെയൊക്കെ നന്നായിട്ട് വെൽക്കം ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് പൊസിഷനിൽ തന്നെയാണ് കേട്ടോ. ഡർ ഷൂൾ ലൈറ്റർ ഒറ്റ വാക്കാണ്. അത് കഴിഞ്ഞിട്ട് എം ഫാങ്ങൻ എന്ന വെർബ് വന്നിട്ടുണ്ട്, കോൺജുഗേറ്റ് ചെയ്തു. ഇനി എൻഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഉണ്ട്രൻ ബാരെ. എൻ ഡെക്കൻ എന്ന് പറഞ്ഞാൽ ടു ഡിസ്കവർ ആണ്. മൈൻ സോൺ എൻ ഡെക്ട് ഏഡൻ താഗ് എറ്റോസ് നോയ്സ്. ഏഡൻ താഗ് എന്ന് പറഞ്ഞാൽ എവറി ഡേ, ഏഡൻ താഗ് അല്ലേ, ഗൂട്ടൻ താഗ് എന്നല്ലേ നമ്മൾ പഠിച്ചു. അപ്പോൾ ഏഡൻ താഗ് എന്ന് പറഞ്ഞാൽ എവറി ഡേ. മൈൻ സോൺ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ. എൻഡെക്ട് റിക്കവർ ചെയ്തു. മൈൻ സോൺ എൻഡെക്ട് ഏഡൻ ഡിസ്കവർ ചെയ്തു. മൈൻ സോൺ എൻഡെക്ട് ഏഡൻ താഗ് എറ്റ്വാസ് നോയ്സ്. എറ്റ്വാസ് ആണ് സംതിങ് അല്ലേ. ഈ സ്പ്രഹി ഇംഗ്ലീഷ് മലയാളം കൊണ്ട് എറ്റ്വാസ് ഡോയ്സ് എന്നല്ല പറയുന്നത്. എറ്റ്വാസ് നോയ്സ്, സം വാട്ട്
ന്യൂ എന്തെങ്കിലും പുതിയത് കണ്ടുപിടിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എൻലീറൻ എന്ന് പറഞ്ഞാൽ ടു എംപ്റ്റി എന്നാണ് അർത്ഥം. മോൺടാഗ് മിസ്റ്റൻ വിയർ ദി മുൾട്ടോണെ എൻലീറൻ. മോൺടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൺഡേ. മിസ്റ്റൻ വിയർ ദി മുൾട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗാർബേജൊക്കെ എന്താ പറയുക ഇട്ട് വെക്കുന്ന സാധനം, അത് ക്ലിയർ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മുൾട്ടോണെ എൻലീറൻ ടു എംപ്റ്റി, അത് വേസ്റ്റൊക്കെ കൊണ്ടുപോയി കറക്റ്റായിട്ട് കളയണം. മോൺടാഗ് മൺഡേ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇനി എറർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച്, ഇത് ജസ്റ്റ് വാക്കുകൾ നിങ്ങൾ പഠിക്കാന്നേ ഉള്ളൂ കേട്ടോ. എൻലീറൻ്റെ അർത്ഥം പഠിക്കുക. ടു എംപ്റ്റി, എൻഡക്കൻ ടു ഡിസ്കവർ, എംഫാങ്ങൻ ടു റിസീവ്, അങ്ങനെ അത് നമ്മൾ ജസ്റ്റ് ഒരു സെൻറ്റൻസിൽ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പഠിക്കുന്നതേ ഉള്ളൂ. എർസാലൻ ടു നെറേറ്റ്, മൈൻ ഗ്രോസ് ഫാറ്റർ എൻ്റെ ഗ്രാൻഡ് ഫാദർ, എർസാൽറ്റ് ഇൻട്രസാൻ്റെ ഗെഷിഷ്ടിയൻ. ഗെഷിഷ്ടൻ എന്ന് പറഞ്ഞാൽ സ്റ്റോറിയാണ്. എർസാൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു നെറേറ്റ്, ഇൻട്രസാൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു തരും. എർക്കെന്നൻ, ക്യാൻസ് ടു മിഷ് ഓഫ് ദീസം ഫോട്ടോ എർക്കെന്നൻ, ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ എർക്കെന്നൻ ടു റെക്കഗ്നൈസ് ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് എർക്കെന്നൻ ലാസ്റ്റ് പൊസിഷനിൽ വന്നത്? എർക്കെന്നൻ ക്യൊന്നൻ എന്ന് പറയുന്ന ഒരു മൊഡൈൽ വെർബ് ഇവിടെ യൂസ് ചെയ്യപ്പെട്ടു. ക്യാൻസ് ടു ഡു, ക്യൊന്നൻ കോൺജുഗേറ്റ് ചെയ്തു. അതവിടെ ഉള്ളതുകൊണ്ടാണ് എർക്കെന്നൻ ലാസ്റ്റ് പൊസിഷനിലേക്ക് പോയത്. ഗേ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഉണ്ടൻ പേരെ നോക്കുക. ഗെഹ്യോറൻ, ദി യുവർ ഗെഹ്യോർ ടു മിയർ, ദ വാച്ച് ബിലോങ്സ് ടു മീ. ഗെഫാളൻ, ടു പ്ലീസ് അല്ലെങ്കിൽ ടു അപ്പീൽ. മിയർ ഗെഫാൾട്ട് ദൈൻ നോയസ് ഹൗസ്, ഐ ലൈക്ക് യുവർ ന്യൂ ഹൗസ്. ഗെഫാളൻ എന്ന വെർബ് സെക്കൻഡ് പൊസിഷനിൽ വരും. ബാക്കി എല്ലാ സിറ്റുവേഷനിലും സെക്കൻഡ് പൊസിഷനിലാണ് വരിക. മിസ് ബ്രൗവൻ, നോട്ട് ടു മിസ് യൂസ്. ടോം ക്യാൻ നീ മൈൻഡ് ഫെർട്രോവൻ മിസ് ബ്രൗവൻ. ഫെർട്രോവൻ എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. ടോം കനോട്ട് എന്താ പറയുക മൈൻഡ് ഫെർട്രോവൻ, എൻ്റെ ട്രസ്റ്റ് മിസ് ബ്രൗവൻ മിസ്യൂസ് ചെയ്യാൻ പറ്റില്ല. ടോം ക്യാൻ നെവർ ബിട്രേ മൈ ട്രസ്റ്റ്. മിസ് ഫെർസ്റ്റേഹൻ, നമ്മൾ നേരത്തെ നോക്കി. ഫെർസ്റ്റേഹൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക. അപ്പോൾ മിസ് ഫെർസ്റ്റേഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അണ്ടർസ്റ്റാൻഡ് ആണ്. ഈ മുണ്ടറിഷ്ട് മാൻ കൻ ദി അൻവൈസുങ്ങൻ മഞ്ച്മാൽ മിസ് ഫെർസ്റ്റേഹൻ. മഞ്ച്മാൽ എന്ന് പറഞ്ഞാൽ സംടൈംസ്, മിസ് ഫെർസ്റ്റേഹൻ എന്ന് പറഞ്ഞാൽ സംടൈംസ് മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മുണ്ടറിഷ്ട് ക്ലാസ്സിൽ അൻവൈസുങ്ങൻ ഇൻസ്ട്രക്ഷൻസ് ചിലപ്പോൾ ആൾക്കാർക്ക് മിസ്അണ്ടർസ്റ്റാൻഡ് ആയി പോകാൻ സാധ്യതയുണ്ട്. ഈ മുണ്ടറിഷ് ക്യാൻ മെൻ ദി അൻവൈസുങ്ങൻ മഞ്ച്മാൽ മിസ് ഫെർസ്റ്റേഹൻ. ഇനി ഫെർ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഉണ്ടൻ. ഫെർകൗഫൻ ടു സെൽ. ഫെർകൗഫ്റ്റ് സൈൻ ആൾട്ടസ് ഹൗസ്. ആൾട്ടസ് ഹൗസ് എന്ന് പറഞ്ഞാൽ പഴയ വീട്. ആൾട്ടസ് ഹൗസ്. ഫെർകൗഫ്റ്റ്, അതിന് പഴയ വീട് വിൽക്കുകയാണ്. ഫെർലീറൻ, വെൻ ഈ ഷാ സ്പീലെ ഫെർലീറ ഈഷ് ഇമ്മർ. ഷാ എന്ന് പറഞ്ഞാൽ ചെസ്സാണ്. വെൻ ഈ ഷാ സ്പീലെ, ഞാൻ ചെസ് കളിക്കുമ്പോൾ ഫെർലീറ ഈഷ് ഇമ്മർ. ഓക്കെ, ഐ ഓൾവേസ് ലോസ്. ഇമ്മർ എന്ന് പറഞ്ഞാൽ ഓൾവേസ്. ഇനി സെർസ്റ്റ്യോറൻ എന്ന് പറഞ്ഞാൽ ടു ഡിസ്ട്രോയ്. ഐൻ ഏർഡ് ബേഡൻ ക്യാൻ മഞ്ച്മാൽ ഫീലെ ഹൗസർ സെർസ്റ്റ്യോറൻ. ഏർഡ് ബേഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്ത് കേക്കാണ്. ക്യാൻ മഞ്ച്മാൽ സംടൈംസ് ഫീലെ ഹൗസർ സെർസ്റ്റ്യോറൻ, ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് വീടുകൾ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. ക്ലൈനേഡ് ടു ക്രഷ് അല്ലെങ്കിൽ ചോപ്പ് എന്നുള്ള. മൈൻ മിക്സർ ക്ലൈനേഡ് അല്ലെ ഗമ്യൂസ് സോർട്ടൻ. ഗമ്യൂസ് സോർട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഓഫ് ഓൾ ടൈപ്പ് എന്നുള്ള അർത്ഥത്തിൽ. ഗമ്യൂസ്, ഓബ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സും ഗമ്യൂസ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസും ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ നോക്കുന്നത്? ഉണ്ടൻ പാരെ വെർബ്. വളരെ സിമ്പിളാണ്. നമ്മൾ ട്രെൻ പാരെ വെർബ് വെച്ച് നോക്കുന്ന ഒരേ വ്യത്യാസമേ ഉള്ളൂ, ഈ വെർബുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ വെർബുകളൊക്കെ അർത്ഥങ്ങൾ. നമ്മൾ ഇന്ന് ഒരുപാട് വാക്കുകൾ പഠിച്ചു, വൊക്കാബുലറീസ്. ഫെർസ്റ്റേഹൻ, ബെക്കൊമ്മൻ, ഡെസാലൻ, എംഫേലൻ, എംഫാങ്ങൻ, എൻഡക്കൻ, എൻലീറൻ, എർസാലൻ, ഈ വെർബുകളൊക്കെ നിങ്ങൾ പഠിക്കുക. ഇത് പഠിച്ചു വെക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് വെക്കണം, ഇത്തരം വെർബുകൾക്ക് പറയുന്ന പേര് ഉണ്ടൻ പാരെ വെർബ് എന്നാണ്. ഇത് സെപ്പറേറ്റ് ചെയ്ത് എഴുതരുത്. എർസാലൻ എന്നുള്ളത് വേറെ ആക്കി, സാലൻ വേറെ ആക്കി എഴുതരുത്. ഓക്കെ, ഫെർസ്റ്റേഹൻ, ഇതാണ് പെട്ടെന്ന് കൺഫ്യൂഷൻ ആകുന്നത്. ഫെർസ്റ്റേഹൻ എന്ന വെർബ് ട്രെൻ പാരെ വെർബല്ല, ഉണ്ടൻ പാരെ വെർബാണ്. ഫെർ എന്നുള്ളത് വേറെ ഭാഗമല്ല. ഓക്കെ, നമ്മൾ അപ്പോൾ ഔസ്റ്റേഹൻ എന്ന വെർബ് ട്രെൻ പാരെ ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഔഫ് വേറെയും സ്റ്റേഹൻ വേറെയും ആയിരുന്നു ട്രെൻ പാരെ. എന്നാൽ ഫെർസ്റ്റേഹൻ എന്നുള്ളത് ഉണ്ടൻ പാരെയാണ്, അത് മാറിപ്പോരുത്. ഇതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ബാക്കി കാര്യങ്ങൾ ട്രെൻ പാരൻ്റെ അതേപോലെ തന്നെയാണ്. നോർമൽ എല്ലാ സെൻറ്റൻസുകളും സെക്കൻഡ് പൊസിഷനിലാണ് വരിക. എന്നാൽ യാൻ ആൻഡ് ഫ്രാഗെ സിറ്റുവേഷനിൽ മാത്രം ഈ വെർബ് ഫസ്റ്റ് പൊസിഷനിൽ വരും. അതേപോലെ സെൻറ്റൻസിൽ മൊഡാൽ വെർബ് വരികയാണെങ്കിൽ ഈ വെർബ് ലാസ്റ്റ് പൊസിഷനിലേക്ക് പോകും. ഇത്ര മാത്രമേ മാറ്റമുള്ളൂ. ഓക്കെ.